അരിയൊന്നും അരക്കാതെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരി കുതിർക്കുക അരക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. മിക്സിയുടെ ജാറേ വേണ്ട കേട്ടോ. നമുക്കിത് റെഡിയാക്കി എടുക്കാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് 1 കപ്പ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ആട്ടയും പിന്നെ ഒരു 1/2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയൊക്കെ ഒന്ന് കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അച്ചായിട്ട് കിട്ടുന്ന ശർക്കരയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ കല്ലും അതുപോലെ മണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കൽ നിർബന്ധമാണ്. എന്നിട്ട് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കൈ കൊണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ പൊടി അവിടെ ഇരുന്നങ്ങ് വെന്ത് പോവും. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു കൈ കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് നല്ല ടൈറ്റായിട്ടുള്ള മാവാണ് കിട്ടുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന്, ഇനി ഇത് ലൂസാക്കാൻ ആവശ്യത്തിനുള്ള സാധാരണ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളിലും കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ എള്ളൊന്ന് അരിച്ച് കഴുകിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടികൾ ഈ ഒരു റെസിപ്പിയിലേക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആട്ടപ്പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആട്ടയുടെ ആ ഒരു പച്ച ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടികളൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവ് റവൊക്കെ കുതിർന്നിട്ട് കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ, ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു റവ ഒന്ന് കുതിർന്ന് വന്നിട്ട് ചിലപ്പോൾ ഒന്നങ്ങ് ടൈറ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരുപാട് ലൂസാകാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് മാവ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. പൊങ്ങി വരുന്നതിന് ശേഷം പിന്നെ നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ഒരു സൈഡൊന്ന് കളറ് മാറി വന്നതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാവൊക്കെ ഉണ്ടാക്കി കുറേ നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. മാവ് ഉണ്ടാക്കി ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.